ഹലോ. ഹലോ, ഉം. എന്തുണ്ട്? ഉം. ഉം. എണീറ്റില്ലേ? ഉറങ്ങിച്ചിട്ടില്ലേ? ഉറങ്ങിയെണീക്കാൻ ലേറ്റ് ആയതാ. അല്ല, ഒരു സൗണ്ടിലൊരു ഉറക്ക കളിയാതെ പോലെ. അങ്ങനെയല്ലേ നീ ഇന്നലെ ആക്കീനി. അങ്ങനെ ആക്കി, അങ്ങനെയല്ലേ ആക്കിയിരുന്നു, എന്നെ കൊണ്ട് ആക്കിച്ചല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതിനപ്പുറം നിന്റെ ആവേശം കണ്ടിട്ട് പിന്നെ എന്റെ മതി മറന്ന്. എനിക്ക് ഇന്ന് ദിവസം മതിയാകുന്നില്ല. എന്ത് മതിയാകെ നോക്കിയാ, ഞാൻ ഫുൾ ഫ്രീ. എനിക്ക് ഇന്ന് ഒരു ക്ഷീണമില്ല, ഒന്നുമില്ല. ഓ, അത് പിന്നെ അങ്ങനെ തന്നെയാണ്. രാവിലെ വരുമ്പോ ചെറിയ തണുപ്പിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ല, ആള് പറയുന്ന ഒരു ദിവസം ജോലി ചെയ്താല് 3 ദിവസം അടുപ്പിച്ച് ചെയ്താല് പിന്നെ വേദന ഉണ്ടാവില്ല. പിന്നെ വേദന ആരാ പറഞ്ഞു? ക്ഷീണം ഉണ്ടാവില്ല ആരാ പറഞ്ഞു? അങ്ങനെ പറയുന്നൊക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കും. ഇനി ഒരു ദിവസം കൂടിയല്ലേ? ഒരു ദിവസം കൂടിയാ? 3 ദിവസം അടുപ്പിച്ച് ചെയ്യണ്ടേ? അങ്ങനെയാണോ? അപ്പൊ നീ ഇന്നോടത്തിന് നിക്കുവാ? അല്ല, നീ വരാൻ തയ്യാറാണെങ്കിൽ അപ്പൊ ശ്രമിച്ചു നോക്കാം. അപ്പൊ നിനക്കും മതിയായില്ല അല്ലേ? അതിപ്പം അങ്ങനെയുള്ള സംഗതിയാ. മോളെ, ഇന്നലത്തെ എന്നാ സംഭവം പോലെ തന്നെ വരിക. നീയാണ് മോശമൊന്നുമില്ലല്ലോ. അതെ, ഞാനും മോശമില്ല പറഞ്ഞാല് നിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിത് മതിയായിട്ട് തീർന്ന് ഇനി ഒരു 2 മാസത്തേക്ക് നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നു എന്നോട്. അതൊക്കെ നടുവൊന്നും എടുത്തൂടാ. നിവർത്തി വെക്കാൻ പറ്റുന്നില്ല. നിവർത്തി വെക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, നിവർത്താണ്ട് വെക്കാം. അതുപോട്ടെ. എന്തുണ്ട്? അതെല്ലാം ചുവന്ന് ഇതായിപ്പോയാ? ഉള്ളത്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? മുഖത്തൊന്നും വിഷയമൊന്നുമില്ലല്ലോ? മുഖത്തൊന്നുമില്ല. നല്ല മൊത്തം ഞാന് എന്താ പറയാ, തേന് കുടിക്കും പോലെയാണ് വലിച്ചൂറ്റി കുടിച്ചത്. അല്ല, ഈ 3 ദിവസം ഇങ്ങനെ ആക്കിയിട്ട് നിന്നെ വീട്ടിൽ പോയാൽ എന്ത് ചെയ്യും? നീ പറയുന്നുണ്ടോ ഒരു സൗണ്ട് കുറവല്ലേ? ആകെ അടുത്താരെങ്കിലും ഉണ്ടാ? ഇല്ല. വീട്ടിൽ പോയാൽ എന്ത് ചെയ്യും? വീട്ടിൽ പോയാൽ ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും. അതെങ്ങനെ? അങ്ങനെ വരാനാ? നീ സൗകര്യം ഉണ്ടാക്കിക്കോ. അത് അപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, റൂം കണ്ടുവെക്കേ. അതെല്ലാം നമുക്ക് കണ്ടുവെക്കാം. നീ ഒരു കാര്യം ചെയ്യ്. അതൊന്നും പറഞ്ഞ മൂട് കളിയല്ല. ഞാൻ എന്നാ പറയണ്ടേ? എന്റെ മോളെ ഒന്നും പറയണ്ടേ? നിന്നെ അങ്ങനെ അങ്ങ് ഞെക്കി പിഴിഞ്ഞങ്ങ് എടുത്താലോന്ന് വിചാരിക്കുന്നു. വന്നാലേ നീല പറഞ്ഞേ, ഞാനിനി ഒരു ദിവസം കൂടി എത്തുന്നുണ്ട്. ഇന്നും വരും. ഞാൻ പറഞ്ഞത് ഉണ്ടാവോ? ഞാൻ അല്ല, പിഴിഞ്ഞ് ഞാൻ എല്ലാം കൂടി നാളെ ഉണ്ടാവൂലേ? നാളെ അല്ലടി, ഇന്ന് രാത്രി. അതല്ല പറഞ്ഞ, നാളെ രാവിലേക്ക് ഞാൻ ഉണ്ടാവും. അങ്ങനെ നാളെല്ലാം ഉണ്ടാവും. അങ്ങനെ ബാക്കി വെക്കാണ്ടില്ല. അനക്കന്നല്ലേ ഇത് വേണ്ടേ? പിന്നെ മുളച്ച് കയറേണ്ടി വരും. എന്താന്നല്ലേ? അതുമാതിരിയല്ലേ ഇതിലും എല്ലാം ഇനി ആദ്യമേ വല്ലതും മുളച്ച് പൊന്തി വരേണ്ടി വരും. നല്ല അലുവ കോഴിക്കോട് അലുവ കഴിച്ച പോലെ ഉണ്ട്. എന്താ സംഭവം? അങ്ങനെ തന്നെയാണ്. എന്തൊരു സോഫ്റ്റാ മൊത്തത്തില്. അതെ,
നിങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറയൂ. പെണ്ണുങ്ങൾക്ക് അതുപോലെ അങ്ങനെ ഉം. പറയാൻ ചെറിയ മടിയുണ്ടല്ലേ? ഉണ്ടാവും. ഉം. ഉം. നീ പറയണ്ട. ഉം. ശരിക്ക് പറഞ്ഞില്ലേ, ഉം. മറ്റേ ഒരു ദിലീപിന്റെ ഒരു സിനിമയില്ലേ, ഒന്നാണ് മായാമോഹിനി. അതിന്റെ അകത്ത് പറയുന്നില്ലേ, അതുപോലെയാണ്. കണ്ടടാ മലഞ്ചരക്ക് വരുന്ന പറയാൻ. അത് ശരിക്കും നിന്നെ കണ്ടിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും കേട്ടാ. പൊന്തിക്കണ്ടേ, പൊന്തിക്ക അതീതാക്കണ്ടാന്ന്. പൊന്തിച്ചോ അതീതാക്കിയൊന്നല്ല, സത്യാണ്. ശരിക്കും പറഞ്ഞില്ലേ, മൊത്തത്തില് ഇങ്ങനെ ഫുൾ യൂണിഫോമിലും കണ്ടായില്ലേ. അല്ല, ഇത് കിട്ടുന്ന വരെയല്ലേ ഉണ്ടാവുള്ളൂ. ഒന്നുമല്ല, എനിക്കിങ്ങനെ കണ്ടാ തന്നെ സംഗതി കയ്യിൽ നിന്ന് പോകും കേട്ടാ. ഒന്നും ചെയ്യണ്ട, ഞാനായിട്ടാണ് പിടിച്ചു നിൽക്കുന്നത്. നമ്മളിത് പണ്ടേ കുറെ ഇങ്ങനെ കെട്ടി ഉള്ളത് കൊണ്ട് അറിയാം. സത്യം പറഞ്ഞ ഇങ്ങനെയാണ്. നിന്റെ കെട്ടിയോനെങ്ങനെയാ ഇതും കണ്ടിട്ട് സഹിച്ചു നിൽക്കുന്നത്? ജോലിക്ക് പോയി വന്ന് രാത്രി ക്ഷീണം പിടിച്ച് വേണ്ട സമയം അയാള് പിന്നെ വേറെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ക്ഷീണം ഞാനും തമ്മിലുള്ള എല്ലാം അറിയാൻ തോന്നുന്നു. ആയിരിക്ക് എനിക്ക് ഇപ്പഴത്തെയല്ല, പണ്ടേ ഉള്ളത്. അതെന്താ? അല്ല, അതാണോ അയാൾക്ക് എന്നോട് വലിയ ഇതില്ലാതെ അറിയില്ല. അതെല്ലാം എങ്ങനെ അറിയണ്ടേ? അതെങ്ങനെ അറിയണ്ടേ? അതെങ്ങനെയെങ്കിലും അറിഞ്ഞാ മതിയല്ലോ. പങ്കിനോട് എങ്ങനെ എന്തെങ്കിലും സൂചിപ്പിക്കുകയോ ചോദിക്കുകയോ ചെയ്തിനാ? എനിക്ക് അങ്ങനെ ഒരു തോന്നല്. ചോദിക്കാറ്റും ചെയ്തിനാ അങ്ങനെ? അല്ല, പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ട് എനിക്ക്. ഒരു പ്രാവശ്യം ചെറുതായിട്ട് സൂചിപ്പിച്ചു. എന്ത്? ഇങ്ങനെ എന്തര് എന്തര് എന്ത് നിനക്ക് പണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടേനോ? എന്നിട്ട് ഞാൻ സത്യം പറയുന്നില്ല. അല്ല, എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും. അത് ചുമ്മാ അയാള് നിന്നെ പരിശോധിക്കാൻ വേണ്ടി, അളക്കാൻ വേണ്ടി ചോദിച്ചായിരിക്കും. അങ്ങനെയല്ല, സംശയം. മൊത്തത്തില് സംശയ രോഗി തന്നെയാന്ന്. അതതിന്റെ ഭാഗമായിട്ടാണ്. അയാളെ മുന്നിൽ നിന്ന് എന്നെപ്പങ്കം കണ്ട് വന്ന് ചിരിക്കോ ലോകിമറം ചെയ്തേക്കല്ലേ. അത് മതി. അതോ എന്റെ മുഖത്തന്നെ നോക്കാൻ വിടൂല. ഞാനിനിപ്പം വീട്ടിൽ പോയാല് എന്താവും എന്തോ. അതിന് നിന്നെ കണ്ട നിന്റെ മുഖത്താരും നോക്കൂല. നോക്കുന്ന സ്ഥലം വേറെ എവിടെയെങ്കിലും. നീ ആര്? അണി റോസിന്റെ അനിയത്തിയാ? അല്ല, നീ ആദ്യം നോക്കിയത്? ഞാൻ പണ്ടേ ഇതിലുള്ള തന്നെയാണല്ലോ എനിക്ക്. പറയുന്നൊക്കെ ചിലവര് ആണുങ്ങള് ആദ്യം നോക്കുന്നത് എന്ന സ്ഥലത്താണ് പറയുന്ന കിട്ടിനെ. അത് പിന്നെ എന്താവും? പിന്നെ എവിടെയാന്നറിയാം എനിക്ക്. എനിക്കറിയില്ല. ആദ്യം നോക്കുക കണ്ണില്ല. കണ്ണിലല്ല, മൂക്കിലായിരിക്കും. മൂക്കിലും വായിലൊന്നുമല്ല. പിന്നെ കണ്ണിന്റെ താഴെ മൂക്കല്ലേ? മൂക്കിലും വായിലൊന്നുമല്ല, അതിന്റെ താഴെ. വായിലല്ലേ പിന്നെ എവിടെയാണ്? അതിന്റെയും കുറച്ച് ആദ്യം ആണുങ്ങൾ കണ്ണാടി എത്തുന്ന കരിക്കല്. എന്നിട്ടേ മുഖത്ത് നോക്കൂ. കരിക്ക് ഇഷ്ടപ്പെട്ടാലേ മുഖത്ത് നോക്കുള്ളൂ. അതെന്ത് ഇഷ്ടമില്ലെങ്കിലും കഴിയില്ല. ആദ്യം അത് നോക്കിട്ട്
മുഖം നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഉം. ഇതെല്ലാം നീ മനസ്സിലാക്കി വെച്ചിനല്ലേ? ഓ എന്തെല്ലാം ഇങ്ങനെ വെറുതെയല്ല. പറഞ്ഞുതരാ, എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാന്ന്. വെറുതെ അല്ല നീ ഇതിങ്ങനെ എടുത്ത് കുത്തനെ വെച്ച് നടക്കുന്നല്ലേ? ഞാനങ്ങനെ ആരും കാണിക്കാറൊന്നുമല്ല. നീ എന്നെ ധാരാളല്ലേ? അല്ല അത് ശരിയാണ്. പക്ഷെ സത്യം പറഞ്ഞ എന്റെ മുഖം കാണുന്നതിനെക്കാളും മുന്നേ കാണുമ്പോ കഴിക്കണം. അതിന് മാത്രം ഉണ്ടല്ലോ കെട്ടി വെച്ചിട്ട്. പിന്നെ നോക്കുന്നോട്ടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ. എല്ലാരും നോക്കുന്നില്ല കേട്ടാ. പുറത്ത് നോക്കുന്നോട്ട് ഇപ്പൊ എനിക്ക് തടയാൻ പറ്റുക? കാരണം നല്ല ചന്തത്തിൽ കാണുന്ന ഭാഗ്യല്ലേ ആള് നോക്കുക. എന്താ മാറ്റം ഉണ്ടായില്ല? മാറ്റമൊന്നുമില്ല. നീ അങ്ങനെ എത്രയാളെ നോക്കുന്നുണ്ടാവും? ഓ നമ്മളങ്ങനെ ഒരുപാട് ആളെ നോക്കില്ല. ഇല്ലാന്ന് കേട്ടാ. ഇനി എപ്പ വരുവോ? നാളെ വരില്ലേ? നാളെയല്ല ഇന്ന് വൈകുന്നേരം. നീ ഉറങ്ങിയില്ലായിരുന്നു? ഞാൻ പറ്റില്ല, എനിക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങിയിട്ട്. അതെ, ഇന്നോ നാളെയോ ഒന്നും മനസ്സിലാകുന്നില്ല. നീ അമ്മാതിരിയല്ലേ. പിന്നെ രാത്രി 9:30 ഞാൻ എത്തും. ഇന്നും കൂടി വന്ന് ഞാനടി ഉണ്ടാവുക. ഒരു കാര്യം ഞാൻ പറയാം. അവിടുന്ന് പറയാണ്ട് സ്ഥലം വിട്ടേക്കറേ. അടിപൊളി. കൊല്ലച്ചെടിയായി പോകും. പക്ഷെ അമ്മയോട് വന്നു മതി. ഞാന് ഈ ഇതിലെ പോകുമ്പോ ഒന്ന് കേറി വന്നു. ഞാൻ ബെസ്റ്റ് രാത്രി. എന്റെ പേരും പറയാ. എത്തില്ലെങ്കിൽ നന്നായി. അപ്പോ രാത്രി 9:30 ഞാൻ എത്തും. നീ വിളിച്ചോ? എന്തിന്? നീ ഇത് മറ്റേ ഇങ്ങനെ ഞാൻ വരുന്നുണ്ട് ഇറങ്ങി എന്ന് പറയുന്ന. നീ ഇന്ന് കളയൊക്കെ പറ്റിച്ചിട്ട് തന്നെ വായിക്കാനല്ലേ? വെട്ടിക്കളഞ്ഞല്ലേ? അതുകൊണ്ട് ഇന്ന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലേ? ഇന്നലെയാണ് ഞാൻ പറഞ്ഞില്ലേ നാക്കൊക്കെ പോച്ചെടുത്തത്. ഇന്ന് കുറച്ച് ഉണ്ടാവും. അല്ല ഇന്നുണ്ടാവും, ഒരു ദിവസത്തെ ഉണ്ടാവുമല്ലോ. നീ ഒന്ന് അമർത്തി വെട്ടിക്കളഞ്ഞേ. വെട്ടുന്നില്ല. വെട്ടൂലേ? നാക്കിന് ഉറയാച്ചോട്ടിട്ട് വന്നു. അപ്പൊ ഇന്ന് തേന് കുടിക്കല് വേണ്ട. നല്ല ഐസ്ക്രീം തിന്നാണ്ട് കണ്ട കേട്ടാ. ഇല്ല, എന്നാ ഞാൻ വെക്കുന്നേ. വെച്ചോ വെച്ചോ. അമ്മ ആരോടെ കളിങ്ങനെ. അപ്പൊ ഇന്ന് വൈകുന്നേരം ബാക്കി ഭാഗം ഗോതയില് ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യമായിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ഇന്ന് രാത്രി പ്രത്യേക രീതിയിലൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാനും കണ്ണപ്പഴാണ്ട് വന്നു. ദിവസം വരുമ്പോ ആള് ശ്രദ്ധിക്കും കേട്ടോ. ഇന്ന് രാത്രി നമുക്ക് തേങ്ങ ഇരിക്കാം കേട്ടോ. തേങ്ങ ഇരിക്കുന്നുണ്ട് പാരമ്പൽ വെച്ചിട്ട്. ഇല്ല, കണ്ടിട്ടില്ലേ? വെള്ളത്തരം ഇന്ന് പിടിച്ചിനാ. ഞാൻ വിശ്വസിച്ചില്ല. അപ്പൊ ഇന്ന് നമുക്ക് തേങ്ങ ഇരിക്കാം. ഓക്കെ,
ഉം. പോയി